സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഒരു ചെറിയ ചലനം പോലും വലിയ വിപ്ലവങ്ങൾക്കോ വിവാദങ്ങൾക്കോ വഴിമാറാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മലയാളം സൈബർ സ്പേസിൽ ചർച്ചാ വിഷയം ഒരു വിവാഹ വാർഷിക ആഘോഷത്തിന്റെ വീഡിയോയാണ്. തന്റെ വിവാഹ വാർഷികത്തിന്റെ കേക്ക് മുറിക്കുമ്പോൾ ആദ്യ പീസ് അരികിൽ നിൽക്കുന്ന ഭാര്യയെ അവഗണിച്ച് അമ്മയ്ക്ക് നൽകുന്ന മകനും അത് നോക്കി നിശബ്ദയായി നിൽക്കുന്ന ഭാര്യയുമാണ് വീഡിയോയിലെ ദൃശ്യം. പ്രത്യക്ഷത്തിൽ ഇതൊരു സ്നേഹപ്രകടനമായി തോന്നാമെങ്കിലും ഇതിന് പിന്നിലെ മനഃശാസ്ത്രവും സാമൂഹിക വശങ്ങളും ചർച്ചയാകുമ്പോൾ അത് ഗൗരവകരമായ പല ചോദ്യങ്ങളും ഉയർത്തുന്നു. വിവാഹ വാർഷികം എന്നത് ദമ്പതികളുടെ മാത്രമായ ആഘോഷമാണ്. അവിടെ ആഘോഷിക്കപ്പെടേണ്ടത് അവരുടെ പ്രണയവും ഒരുമിച്ചുള്ള യാത്രയുമാണ്. ആ നിമിഷത്തിൽ പങ്കാളിയേക്കാൾ ഉപരിയായി മാതാപിതാക്കളെ പ്രതിഷ്ഠിക്കുമ്പോൾ അവിടെ ഭാര്യ എന്ന വ്യക്തിയുടെ തത്വത്തിന് മങ്ങലേൽപ്പിക്കുന്നു എന്നതാണ് പ്രധാന വിമർശനം. റിയാക്ഷൻ വീഡിയോയിലൂടെ ശ്രദ്ധേയനായ വ്യക്തി പറഞ്ഞതുപോലെ, അമ്മയ്ക്ക് കേക്ക് നൽകാൻ അച്ഛനുണ്ട്, എന്നാൽ തന്റെ ഭാര്യയ്ക്ക് കേക്ക് നൽകാൻ നീ മാത്രമേ ഉള്ളൂ. ഈ ഒരു വാചകം സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ പടരാൻ കാരണം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രയോറിറ്റി അഥവാ മുൻഗണനാ ക്രമത്തിലെ അപാകതകളാണ്. സ്നേഹം അളന്നു നൽകേണ്ട ഒന്നല്ലെങ്കിലും സന്ദർഭത്തിനനുസരിച്ചുള്ള പരിഗണന നൽകുന്നതിലാണ് ഒരാളുടെ വ്യക്തിത്വം അടങ്ങിയിരിക്കുന്നത്. മലയാളി പുരുഷന്മാർക്കിടയിൽ കാണപ്പെടുന്ന ഒരു പൊതു സ്വഭാവമായി മമ്മാസ് ബോയ് എന്ന വിളിപ്പേര് മാറിക്കഴിഞ്ഞു. അമ്മയോടുള്ള അമിതമായ ആശ്രിതത്വം വിവാഹശേഷം തുടരുന്നത് പലപ്പോഴും ദാമ്പത്യ തകർച്ചയ്ക്കും കാരണമാകുന്നുണ്ട്. സ്വന്തം ജീവിതത്തിലെ സുപ്രധാന തീരുമാനങ്ങൾ പോലും അമ്മയോട് ചോദിക്കാതെ എടുക്കാൻ കഴിയാത്ത ഭർത്താക്കന്മാർ ഭാര്യമാരിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നു. അമ്മയും ഭാര്യയും തമ്മിൽ സ്നേഹത്തിന് വേണ്ടിയുള്ള ഒരു മത്സരം അനാവശ്യമായി സൃഷ്ടിക്കപ്പെടുന്നു. മകൻ മധ്യസ്ഥൻ നിൽക്കേണ്ടി വരുന്ന അവസ്ഥ ഇവിടെ ദൗർഭാഗ്യകരമാണ്. അമ്മയ്ക്ക് നൽകേണ്ടത് ബഹുമാനമാണ്, ഭാര്യയ്ക്ക് നൽകേണ്ടത് പരിഗണനയും പങ്കാളിത്തവുമാണ്. ഇവ രണ്ടും കൂട്ടിക്കുഴയ്ക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. പഠിച്ച സെറ്റിലായി വലിയ ഉദ്യോഗസ്ഥനായാലും സ്വന്തം ജീവിത പങ്കാളിയുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്തവനെ വിവരമില്ലാത്തവനെന്ന് സമൂഹം വിളിക്കുന്നതും അതുകൊണ്ടാണ്. ഈ വീഡിയോ വൈറലായതോടെ സ്നേഹ ശ്രീകുമാർ, അഭിരാമി സുരേഷ്, ദിയ കൃഷ്ണ തുടങ്ങിയ താരങ്ങൾ പ്രതികരണങ്ങളുമായി രംഗത്തെത്തി. പ്രത്യേകിച്ചും ദിയ കൃഷ്ണയുടെ കമന്റ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. സ്വന്തം വിവാഹശേഷം നിരന്തരം സൈബർ ആക്രമണങ്ങൾ നേരിടുന്ന വ്യക്തിയാണ് ദിയ. ഭർത്താവ് അശ്വിനെ തന്റെ വരുതിയിൽ നിർത്തിയിരിക്കുന്നു എന്നതായിരുന്നു ദിയക്കെതിരെ ഉയർന്ന പ്രധാന പരാതി. എന്നാൽ ദിയയുടെ മറുപടിയും വളരെ വ്യക്തമാണ്. ഞങ്ങൾ ഇപ്പോൾ ഒരു പുതിയ കുടുംബമാണ്. മാതാപിതാക്കളുടെ തണലിൽ നിന്ന് മാറി സ്വന്തമായ ഒരു കുടുംബം പടുത്തുയർത്താൻ ശ്രമിക്കുമ്പോൾ അതിനെ സ്വാർത്ഥരായി കാണുന്നത് ശരിയല്ല. അശ്വിൻ തന്റെ ബിസിനസ്സിലും ജീവിതത്തിലും നൽകുന്ന പിന്തുണയെ അടിമത്തം എന്ന് വിളിക്കുന്നവർ യഥാർത്ഥത്തിൽ ഒരു പങ്കാളി നൽകേണ്ട തുല്യ പരിഗണനയാണ് പരിഹസിക്കുന്നത്. ദിയ ചൂണ്ടിക്കാട്ടിയ മറ്റൊരു പ്രധാന കാര്യം ഓരോ തലമുറയ്ക്കും അവരുടേതായ സ്വകാര്യതയും സമയവും ആവശ്യമാണെന്നതാണ്. മാതാപിതാക്കൾ അവർ യുവതികളുമായിരുന്നപ്പോൾ യാത്രകൾ പോയിട്ടുണ്ടാകും, സമയം ചെലവഴിച്ചിട്ടുണ്ടാകും. അതേ അവകാശം പുതിയ തലമുറയ്ക്കും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നിടത്താണ് കുടുംബ ബന്ധങ്ങളിലെ പക്വത. ഒരു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുകയും അവൾക്ക് മുൻഗണന നൽകുകയും ചെയ്താൽ അവനെ പെൺകോന്തൻ എന്ന് വിളിക്കുന്ന ഒരു വിഭാഗം ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. അതേസമയം ഭാര്യയെ അവഗണിച്ച മാതാപിതാക്കളെ മാത്രം നോക്കുന്നവനെ ആദർശ പുത്രനായി വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ ഇരട്ടത്താപ്പാണ് കേക്ക് മുറിക്കുന്ന വീഡിയോയിലും പ്രതിഫലിച്ചത്. ഭാര്യയെ സ്നേഹിക്കുന്നത് അമ്മയെ വെറുക്കുന്നതിന് തുല്യമല്ല. എന്നാൽ ഒരു പൊതുവേദിയിൽ തന്റെ പങ്കാളിയെ ചേർത്ത് പിടിക്കാൻ കഴിയാത്തവൻ ഒരു നല്ല ഭർത്താവായി മാറുന്നത് എങ്ങനെ? ഭാര്യ ഒരു അന്യ സ്ത്രീയായി കാണുന്ന പഴയകാല ചിന്താഗതിയുടെ ബാക്കി പത്രമാണ് ഇത്തരം വൈറൽ വീഡിയോകൾക്ക് താഴെ വരുന്ന ചില പിന്തുണകൾ. ഈ വിവാദം നൽകുന്ന പാഠങ്ങളും വളരെ വലുതാണ്. സമാധാനപരമായ ഒരു ദാമ്പത്യത്തിന് നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാതാപിതാക്കൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ഇടപെടാം എന്നതിന് കൃത്യമായ അതിരുകൾ ഉണ്ടായിരിക്കണം. അത് അവരോടുള്ള സ്നേഹക്കുറവല്ല, മറിച്ച് നിങ്ങളുടെ പങ്കാളിയോടുള്ള ബഹുമാനമാണ്. മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് പങ്കാളിയെ തരം താഴ്ത്തുകയോ അവഗണിക്കുകയോ ചെയ്യുന്നത് ദാമ്പത്യത്തിന്റെ അടിത്തറ തന്നെ ഇളക്കും. അമ്മയോടുള്ള സ്നേഹവും ഭാര്യയോടുള്ള ഉത്തരവാദിത്വം എങ്ങനെ സന്തുലിതമായി കൊണ്ടുപോകാം എന്നതിനെ കുറിച്ചും പങ്കാളിയോട് തുറന്ന് സംസാരിക്കുക. മക്കൾക്ക് വിവാഹശേഷവും സ്വന്തമായ ഒരു ജീവിതമുണ്ടെന്ന് തിരിച്ചറിയാൻ മാതാപിതാക്കളും തയ്യാറാകണം. ആ കേക്ക് പീസ് മകൻ നൽകുമ്പോൾ ഇത് ആദ്യം നിന്റെ ഭാര്യയ്ക്ക് നൽകൂ എന്ന് പറയാനുള്ള മനോഭാവം ആ അമ്മ കാണിച്ചിരുന്നുവെങ്കിൽ ആ വീഡിയോ ഇന്ന് മറ്റൊരു രീതിയിൽ വൈറലാകുമായിരുന്നു. മാറുന്ന കാലത്തിനനുസരിച്ച് നമ്മുടെ ചിന്താഗതികളും മാറേണ്ടതുണ്ട്. ഒരു പുരുഷൻ നല്ല മകനായിരിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് നല്ലൊരു ഭർത്താവായിരിക്കുന്നത്. സ്നേഹം എന്നത് വീതം വെച്ച് കുറഞ്ഞു പോകുന്ന ഒന്നല്ല. അമ്മയ്ക്ക് മകന്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ആ ഹൃദയത്തിന്റെ പകുതി അവകാശപ്പെട്ടതാണ്. വിവാഹ വാർഷികം ആഘോഷിക്കുമ്പോൾ കേക്കിന്റെ ആദ്യ പീസ് ഭാര്യയ്ക്ക് നൽകുന്നത് അമ്മയെ തള്ളിക്കളയലല്ല, മറിച്ച് ആ ബന്ധത്തിന് നൽകുന്ന ആദരവാണ്. മമ്മാസ് ബോയിൽ നിന്ന് മാനസികമായ പരിഗണന നൽകുന്ന പുരുഷന്മാരിലേക്ക് നമ്മുടെ സമൂഹം വളരേണ്ടിയിരിക്കുന്നു. ദിയ കൃഷ്ണയും അശ്വിനെയും പോലുള്ളവർ നേരിടുന്ന സൈബർ ആക്രമണങ്ങൾ അവസാനിക്കണമെങ്കിൽ ദാമ്പത്യം എന്നത് രണ്ട് വ്യക്തികളുടെ തുല്യമായ യാത്രയാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം.